ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിലെ നേതാക്കളെ ജയിപ്പിച്ച് വിടേണ്ടത് അനിവാര്യമായിരിക്കുന്ന സമയമാണ്. രാജ്യത്തെ ഫാസിസം പൂർണ്ണമായും വിഴുങ്ങുന്ന തരത്തിലേക്ക്, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വലിയ തോതിൽ നിശബ്ദമാക്കുന്ന തരത്തിലേക്ക് ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ വർഗീയവാദവുമായി മുന്നേറുമ്പോൾ, അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ശ്രമിക്കാതെ കോൺഗ്രസ് ഉഴറുമ്പോൾ, അത് ഇടതുപക്ഷത്തെ പോലുള്ള മൂല്യമുള്ള പാർട്ടികൾക്ക് കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ പോലും അഴിച്ചുപണി നടത്തി നിലവിലുള്ള ചിലരെ പാർലമെൻറ്റിലേക്ക് വിടുക എന്നുള്ള ലക്ഷ്യം കൂടി അവിടെയുണ്ട്. കെ ശൈലജ ടീച്ചർ, കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഒക്കെ വലിയ തോതിൽ പാർലമെൻറ്റിൽ എത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുകയാണ്. കെ രാധാകൃഷ്ണൻ നിലവിൽ മന്ത്രിസഭയിൽ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിനെ ആലത്തൂരിൽ നിർത്തിയാൽ തീർച്ചയായും വലിയ രീതിയിലുള്ള വിജയമുണ്ടാകും എന്ന് ജനങ്ങൾക്കറിയാം. പ്രത്യേകിച്ചും ചേലക്കര ആലത്തൂരിൻ്റെ കീഴിലാണ്. കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്ന് ജയിച്ചത് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. വലിയ തോതിലുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിനെ കുറി നടത്തിയേ മതിയാവൂ. ശൈലജ ടീച്ചറെ പോലുള്ളവർ നിയമസഭയിൽ വേണ്ടതും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കേണ്ടതും ഇടതുമുന്നണിക്ക് അത്യന്തം അനിവാര്യമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി പാർലമെൻറ്റ് അംഗമാവുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കൂടി ഉത്തരവാദിത്വം വേണ്ടി വരുന്നൊരു ജോലിയായി മാറുന്നു. പാർലമെൻറ്റിൽ CPIM-ന് നന്നേ കുറവാണ് എംപിമാർ, 3 എംപിമാരേ ഉള്ളൂ. അതും പറഞ്ഞ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് കേരളത്തിലെ UDF ആണ്, അല്ലാതെ ദേശീയ തലത്തിൽ BJP-യോ മറ്റാളുകളോ അല്ല. മോദി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വളരെ കുറവാണ് ഇടതുപക്ഷത്തിൻ്റെ സംഖ്യയും അവരുടെ വലിയ തോതിലുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്ന കാലം പോലുമല്ല ഇപ്പോൾ. എന്നിട്ടും അവരുടെ ആശയങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ പാർലമെൻറ്റിനകത്തും അതുപോലെ ദേശീയ തലത്തിലും എന്തുകൊണ്ട് മുഴങ്ങി കേൾക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ കൃത്യമായി ആലോചിക്കണം. കാരണം ഐഡിയോളജി ഉള്ളത് കൊണ്ട് തന്നെയാണ്. കൃത്യമായൊരു വിചാരം അവർക്കുണ്ട്. ആ വിചാരത്തെ പൊളിച്ചെഴുതാൻ പരമാവധി BJP ശ്രമിക്കുന്നു. അവിടെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിലും പറയുന്നത് അതുതന്നെയാണ്. ഒരു തീസിസിന് ആൻറ്റി തീസിസ് വരും. അങ്ങനെയാണത് തമ്മിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റ് വരുന്നത്. അതായത് വർഗസമരം എന്ന് തന്നെ പറയേണ്ടി വരും. അതിലൂടെയാണ് സിന്തസിസ് എന്ന രീതിയിലൊരു പുതിയ പ്രോസസ്സിങ് ഉണ്ടാകുന്നത്. അത് പല തോതിലും കമ്മ്യൂണിസത്തെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ പേരിൽ കളിയാക്കുകയും യൂത്ത് കോൺഗ്രസ്സിലെ കുറേ യൂത്തന്മാർ വലിയ തോതിൽ അതിനെ വിചാരണ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിനകത്തുള്ള പുതിയ തലമുറയിൽപ്പെട്ടവരാണ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ. പക്ഷെ അവർക്കൊരു കാര്യം അറിയില്ല. ത്യാഗോജ്വലമായ സമര പോരാട്ടത്തിലൂടെ നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകിയ കമ്മ്യൂണിസം അങ്ങനെ ഇങ്ങനെയൊന്നും കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടില്ല എന്നുള്ള സത്യം, യാഥാർത്ഥ്യം. നിരവധിയായ ലോക്സഭാ മണ്ഡലങ്ങളിൽ കുറി ഇടതുപക്ഷം CPIM-ഉം CPI-യും സംയുക്തമായി ചേർന്ന് തിരിച്ചു പിടിക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അങ്ങ് വടക്കേ തലത്തിൽ മുതൽ, അതായത് കാസർഗോഡ് മുതൽ ഇങ്ങ് തെക്കേ തലം വരെ, തിരുവനന്തപുരം വരെയുള്ള സമസ്ത ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷം നടത്താൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടർ ആവർത്തനം എന്നൊന്നും അവകാശവാദം ഇടതുപക്ഷം ഉന്നയിക്കുന്നില്ലെങ്കിൽ പോലും പാർലമെൻറ്റിൽ മറ്റൊരു സംവിധാനം, മറ്റൊരു പാറ്റേണാണ് എന്നറിയാമായിരുന്നിട്ട് പോലും അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. മന്ത്രിസഭയിൽ വലിയ ചില അഴിച്ചുപണികൾ അതിനുവേണ്ടി നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മന്ത്രിസഭയിലെ ആ അഴിച്ചുപണി എന്നുള്ളത് ഉറപ്പായി നമുക്ക് പറയാം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.